100% സേഫ് ആയിട്ടുള്ള വെഹിക്കിളാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റുകളിലെയൊക്കെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോളസ്റ്റ്. നമ്മൾ വലിയൊരു ആനപ്പുറത്തിരുന്ന് പോകുന്നൊരു ഫീലിംഗ് കിട്ടുക എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റിഫ് പ്ലേസിലിരിക്കുന്നു. പക്ഷെ എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ MG ഇപ്പം ഇതിന് MG എന്ന് പറഞ്ഞ ബ്രാൻഡ് 2019 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്ന സമയത്ത് അവർ ശരിക്കും നമ്മൾ ഇന്ത്യക്കാരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണെന്നറിയാം? ADAS. അന്ന് ഈ പറയുന്ന ടെക്നോളജിയോ ഈ പറയുന്ന ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഒരു കൺസ്യൂമർ വെഹിക്കിൾസിലും ഇല്ല. യൂഷ്വലി A to Bയിലേക്ക് എത്തുക എന്നുള്ള സാധനം മാത്രമേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് ഈ പറയുന്ന പോലെ ബ്രാൻഡ്സ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് MG ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയത് നമ്മുടെ ADAS എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റായിട്ട്. അതായത് ലെയിനിൽ കൂടെ വണ്ടി തന്നെ പോകുന്നു, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് എമർജൻസി ബ്രേക്കിംഗ് നടത്തുന്നു. അങ്ങനെ ലെവൽ 1 ADAS എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവരുടെ അസ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്ന്. അതിൽ പിന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് EV വിത്ത് ഇൻ്റർനെറ്റ് ഇൻസൈഡ് കൊണ്ടുവന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പുതിയൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു കോൺസെപ്റ്റായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് D+ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പുതിയൊരു സെഗ്മെൻറ്റ്. ആ ഒരു സെഗ്മെൻറ്റിലേക്ക് അവർ ലോഞ്ച് ചെയ്തേക്കുന്ന അവരുടെ ഫസ്റ്റ് വെഹിക്കിളാണ് നമ്മുടെ മജസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റുകളിലെയൊക്കെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോളസ്റ്റ്, ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് നമ്മുടെ ഈ കിടക്കുന്ന MGയുടെ മജസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ MGയുടെ ഷോറൂം വരെ വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മജസ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്താണ്, ഓഫ് കോഴ്സ് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, എന്നാൽ പോലും അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ MGയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവൻ്റെ ഒരു ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു മാസീവ്നെസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അതായത് സെഗ്മെൻറ്റിലെ ഏറ്റവും ലാർജസ്റ്റ് ആണ്, ലോങ്ങസ്റ്റ് ആണ്, ടോളസ്റ്റ് ആണ്. അത് മാത്രമല്ല അവൻ്റെ ഒരു അപ്പീലുണ്ടല്ലോ, ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു 3D സ്റ്റൈലിലുള്ളൊരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ അഗ്രസീവായിട്ട് റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് അവരൊരു ഡിസൈനിങ് പോയിരിക്കുന്നത്. വളരെ സ്ലീക്കായിട്ട് അവരൊരു DRLs ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ നല്ല രീതിയിൽ അവർ ഫോഗ് ലാംപ്സും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 19 ഇഞ്ചിൻ്റെ ഒരു വീൽസാണ് നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈഡ് മിറേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന മാസീവ്നെസ് ഒട്ടും ചോരാതെ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് അവർ ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത്. വളരെയധികം വൈഡായിട്ട് ഓപ്പൺ ആവുന്ന വലിയൊരു ഡോസാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് എന്ന് SUVs എന്ന് പറയുന്നത് അവരുടെ ഒരു ഹരം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഈ പറയുന്ന വലിയ വലിയ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ വലിയൊരു ആനപ്പുറത്തിരുന്ന് പോകുന്നൊരു ഫീലിംഗ് കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവരൊരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. സൈഡിൽ ഒരു ഫുഡ് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം 100 കിലോ അടുത്തുണ്ട്. ആ ഒരു ഞാൻ നിന്നിട്ട് പോലും അതിന് വേറെ കുലുക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ലോങ്ങസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ നടന്നെത്താൻ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് ഡിസൈൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഇതൊരു 4 വീൽ ഡ്രൈവ് പ്ലാറ്റ്ഫോമാണ് ഈ വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡറാണ്, ഏറ്റവും കേപ്പബിൾ ഓഫ് റോഡറാണ് നമ്മുടെ ഈ കിടക്കുന്ന മജസ്റ്റർ എന്നുള്ളത് നമുക്ക് കണ്ണുമടച്ച് പറയാൻ പറ്റും. അതായത് സെൻട്രൽ ഡിഫറൻഷ്യൽ വരുന്നുണ്ട്, ഫ്രണ്ട് വരുന്നുണ്ട്, ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 10 ഓഫ് റോഡ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ത്രൂ ഔട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് അവൻ്റെ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു റിയർ ലൈറ്റ്സിൻ്റെ ഡിസൈനിങ്സ് കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മളിതൊരു 1 2 മജസ്റ്റർ എന്നുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ വലിയൊരു ഫാനല്ല, നിങ്ങൾ എത്രമാത്രം താല്പര്യമുണ്ടെന്നുള്ള പറയാം. അത്യാവശ്യം നല്ല ഹൈറ്റി പൊസിഷനിലാണ് ഇവൻ്റെ ഒരു ബൂട്ട് സ്പേസും കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ നിങ്ങൾക്ക് വരുമ്പം ഈ കടുത്തിരിക്കുന്ന പോലെ ജാക്കിയും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ടയർ മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ അടിയിലുണ്ടെന്നുണ്ടോ, ടയർ അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി ക്ലോസ് ചെയ്യുന്നൊരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇതിൻ്റെ അകത്തെ ഒരു സ്പേസോടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിതിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ഹൈറ്റി പൊസിഷനിലേക്ക് ഇത് കയറുന്നൊരു ഫീലിംഗ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പിടിച്ച് കയറുന്നതിന് വേണ്ടിയിട്ട് തന്നെ. ഇവിടെ നമുക്ക് ഇരിക്കുമ്പോൾ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഹൈറ്റി ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് ഇവൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വന്നേക്കുന്നത്. സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. നമ്മൾ ഒത്തിരി നല്ല നല്ല സുഖമുണ്ട് ഡെയിൽ ഇരിക്കാനായിട്ട്. നമ്മളൊരു സ്റ്റിഫ് പ്ലേസിലിരിക്കുന്നു, പക്ഷേ എന്നാൽ നമ്മുടെ ബാക്കിനൊന്നും കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് AC കൺട്രോൾസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫാസ്റ്റ് ചാർജറും ലാപ്ടോപ്പ് ചാർജറും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സ്പേസാണ് ഇവിടെ നോക്കി, ഒരു ഫുട്ബോൾ കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. JBLൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഡോർ പാഡിൻ്റെ ഒക്കെ ഒരു ഡിസൈനിങ് കണ്ടത് നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കുകയാണേ. ഇവിടെ ഒരു കാർബൺ ഫൈബർ ടച്ചിലൂടെയാണ്
ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ റിയർ സ്പേസ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ 1 2 3 4 5 6 7 ഇതൊരു 7 സീറ്റ്സ് കോൺഫിഗറേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാനുള്ളൊരു സ്പേസും അവിടെ വരുന്നുണ്ട്. ഇവിടെ നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് കിടക്കുന്നതുകൊണ്ടാണ് അത് ക്ലോസ് ആവാത്ത വലിയൊരു പനോറമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മജസ്റ്ററിൻ്റെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള അവൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. നമ്മളതിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ആനപ്പുറത്ത് കയറി ഇരിക്കുന്ന പോലെയാണ്. വാവ്, നമ്മൾ ഫസ്റ്റ് കയറി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇമ്പ്രഷൻ അതാണ്. 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ലെവൽ 2 അഡാസ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ 3 ഡിഫറൻഷ്യൽ ലോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2H ഉണ്ട്, 4H ഉണ്ട്, ബാക്ക് ഫ്രണ്ട് സെൻറ്ററിൽ ബാക്ക് 3 ഡിഫറൻഷ്യൽസ് കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് മോഡ്സ് 10 മോഡ്സ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ക്രോൾ മോഡും ഒക്കെ ഇവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് സീറ്റ്സിൽ ഇവന് വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, മസാജ് സീറ്റ്സ് വരുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ്. ഇവനൊരു 2 ലിറ്ററിൻ്റെ ട്വിൻ ടർബോ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 215 PS പവറും 478 Nm ടോർക്കും ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വളരെയധികം അടിപൊളിയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട്. ആ ഒരു ആനപ്പുറത്തിരിക്കുന്ന നല്ലൊരു മാസീവ്നെസ്സും ഉണ്ട്. അതുപോലെ തന്നെ വളരെ സ്മൂത്താണ്, വളരെ കൺവീനിയൻ്റ് ആണ്, വളരെയധികം പവർഫുൾ ആണ് ഈ വെഹിക്കിൾ എന്നുള്ളത് നമുക്കത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ വളരെ ഹൈറ്റിലാണ്. മെമ്മറി സീറ്റ്സ് ഉണ്ട് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മസാജ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് മസാജ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഓഫ് കോഴ്സ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ വലിയൊരു പനോറമിക് സൺറൂഫാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ MG ഇപ്പം ഇതിന് ഒരു ബൈബാക്ക് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് മജസ്റ്ററിനെ സംബന്ധിച്ചിട്ട്. ഏകദേശം 70% വരെ ഈ വണ്ടിയുടെ 70% വരെ ബൈബാക്ക് വാല്യൂ കിട്ടാനുള്ളൊരു ഓപ്ഷനും അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഒരു 3x3x3 എന്ന് പറയുന്ന ഒരു MG ഷീൽഡ് പ്രോഗ്രാമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3 കൊല്ലം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററിലേക്ക് നമ്മുടെ ഈ മജസ്റ്ററിന് കംപ്ലീറ്റ്ലി വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 കൊല്ലത്തേക്ക് 24/7 ഉള്ള ഫ്രീ ആയിട്ടുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 3 സർവീസ് ലേബർ ഫ്രീ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വയർലെസ് ചാർജർ ഇവന് വരുന്നുണ്ട്. കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതും വോയിസ് കമാൻഡ്സ് നമുക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ വോയിസ് കമാൻഡിൽ പറയാനുള്ള ഓപ്ഷൻസും MG ഇവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ പ്രൈസിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ 4:2 അതായത് 2 വീൽ ഡ്രൈവ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് ട്രിമിന് വരുന്നത് ഏകദേശം 14.99 lakhs എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. ഇനി നമുക്ക് 4x4 വേണമെന്നുണ്ടെങ്കിൽ അതിന് 44.99 lakhs എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. വാല്യൂ ഫോർ മണിക്കകത്ത് ഒരു കോംപ്രമൈസ് MG ചെയ്തിട്ടില്ല. ഇത്രയധികം ഫീച്ചേഴ്സ്, ഇത്രയധികം സേഫ്റ്റി, ഓഫ് കോഴ്സ് 100% സേഫ് ആയിട്ടുള്ള വെഹിക്കിളാണ് നമ്മുടെ മജസ്റ്റർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ്. വളരെയധികം പെർഫോമൻസ് ഉണ്ട്, പവർ ഉണ്ട്. ശരിക്കും നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെടുക്കണം. നിങ്ങൾ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു വെഹിക്കിൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കം ആൻഡ് ടേക്ക് ദ ടെസ്റ്റ് ഡ്രൈവ് ഓഫ് ദ മജസ്റ്റർ. ഒരു 90% നിങ്ങൾ ഇതിലേട് ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. 90 അല്ല 99%. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകലി വീഡിയോയ്ക്ക് ആഡ് ചെയ്തോളും. സോ ദിസ് ഇസ് ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.